ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണേ. നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു എല്ലായിടത്തും പോകുന്ന അതുകൊണ്ട് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തിരക്കിടില്ലാന്നൊരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ തുടങ്ങാം. കുറേ വൈകി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകത്ത് നിലനിൽക്കാൻ കഴിയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതാണ് നമ്മളെ യാത്രയിൽ ഇവിടെ സൗദി അറേബ്യയിൽ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ആളാണത്. പിന്നെ കാമ്പനി 2000 മോഡലാണ്. പക്ഷെ ആള് പുലിയാണ്. 2000 മോഡലാന്ന് വെച്ചിട്ട് ഇത് പിന്നെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എവിടെയും നമ്മൾ വൈകൊന്നും ചലിക്കില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു യാത്ര തുടങ്ങണം. ഇവിടെ വാദി ഹാജർ പറഞ്ഞ സ്ഥലത്താണ് വാദി ഹാജർ എന്നൊരു യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ആ യാത്ര പിന്നെ വാദി ഹാജറിൻ്റെ കുറച്ച് ഒരു പ്രകൃതി ഭംഗികളുണ്ടായി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര തുടങ്ങണം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി സ്റ്റാൻഡില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിട്ടോ. യാത്ര തുടങ്ങിയതാ വിജനമായ റോട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മളെ യാത്ര. ഇത് ഈ ഏരിയ ഒക്കെ മസ്ര ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ മഴക്കാലത്തൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിലൊക്കെ വെള്ളം ആയിരിക്കും. പിന്നെ ഇതിൽ വണ്ടികൾക്കോ യാത്രക്കാർക്കോ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഓഫ് റോഡിലാണ്. ഓഫ് റോഡിൽ പോണത് 4 വീലർ വണ്ടിയൊന്നുമല്ല കേട്ടോ. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ മനുഷ്യനും കാണുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊരു ക്ലിയറായി. അത്യാവശ്യം വണ്ടികളൊക്കെ പോയി നല്ല കുഴപ്പമില്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ട് അടക്കും തോറും എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇവിടെ വന്നില്ല, പോയി നോക്കാം. നമ്മളിവിടെ നിന്ന് വരെ മറ്റേ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു ജീവിതം നയിക്കണ ഒരു സുഡാനി പൗരനെ കണ്ടിട്ടോ. പക്ഷെ ആളോട് ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളെ സമ്മതമില്ലാതെ ഒരിക്കലും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, പകർത്താൻ പറ്റില്ല. അതുകൊണ്ട് ആളോട് നമ്മൾ വഴിയൊക്കെ അന്വേഷിച്ച ആൾ കൃത്യമായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം ഇങ്ങനെ ഞങ്ങൾ പോയി നോക്കുകയാണ്. യാത്രയിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ടാണ്. കാരണം ഇനി മുന്നോട്ട് ഇങ്ങനെ വണ്ടിയിട്ട് പോകാൻ കുറച്ച് റിസ്ക്കാണെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടക്കണം. ഇപ്പോൾ അമ്മേ കുറച്ച് ഇടങ്ങാറ് തന്നെയാണ്. ഇവിടെ കുറച്ചൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അത്ര വെള്ളമില്ല. ഇത് തന്നെ ആണോ ഇനിയിപ്പോൾ അയാൾ പറഞ്ഞത് ഇത് തന്നെ ആണോ എന്നറിയില്ല. ഇത് വലിയൊരു വെള്ളക്കെട്ടല്ല. ഇനി ഇവിടെ
എന്താ ചുറ്റുഭാഗം മലയാണേ. ഇവിടെ ഈ ഉള്ള ഏരിയയിലൊക്കെ വന്നുകാണ്ട് ഈ ആട് ജീവിതം നയിക്കുന്നവർ, ആടിനെ നോക്കുന്ന, ആടിനെ മേക്കുന്ന പാവങ്ങൾ, ആ മനുഷ്യനൊക്കെ കണ്ടിട്ട് അയാളെ വീഡിയോ എടുക്കാൻ അയാൾക്ക് സമ്മതമില്ലാത്തതുകൊണ്ട് നമ്മളത് പകർത്തിയില്ല. അയാളെ കണ്ടപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കണത്. അങ്ങനത്തെ എത്ര ആളുകൾ. വീണ്ടും ഞങ്ങളിങ്ങനെ നടത്താൻ തുടങ്ങണം. ഇനി വേറെ എവിടെയെങ്കിലും വെള്ളക്കെട്ടുണ്ടോയെന്ന് അറിയാൻ. മുന്നിൽ നമ്മളെ സഹായി യാത്രക്ക് കാരണം ഒറ്റക്ക് വരാൻ പറ്റിയ സ്ഥലമല്ലല്ലോ. അപ്പോൾ ഇയാളെ ഇവിടെയും കൂട്ടിയതാ. പേര് അമീറാണ്. മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത്. നമ്മൾ നേരത്തെ കണ്ട വെള്ളക്കെട്ട് അവിടെ അങ്ങ് ദൂരാണ്, കാണുന്നുണ്ടോ? ഒരു ചെറിയ വെള്ളക്കെട്ട്. ക്ലിയർ ഉണ്ടോയെന്നറിയില്ല. നമ്മളടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നടക്കാം. അമീർ അവിടെ ദൂരെത്തി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകിയിട്ട് ഇവിടെ ഉണ്ട് ഈ പാറകളൊക്കെ. വലിയ പാറകളൊക്കെയാണ് പൊന്തിയിട്ടുണ്ട്. അവിടെ വെള്ളം ഉണ്ട് എന്ന് പറയണേ. അമീർ അവിടെ വെള്ളം കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നടന്നു നോക്കി, പക്ഷെ കണ്ടില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വേറൊരു റൂട്ട് കണ്ടിട്ടുണ്ട്, അതിലൊന്ന് പോയി നോക്കട്ടെ. പക്ഷെ ആ ഭാഗത്താവാനും സാധ്യത ഉണ്ട്. മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ആടിനെ മേക്കുന്ന ഈ പാവട്ടറ്റങ്ങളൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അറ്റങ്ങളായിട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അത് നടന്നില്ല. കാരണം ഒരാളെ കണ്ടപ്പോൾ തന്നെ ആളോട് ചോദിച്ചിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ നിങ്ങൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് സമ്മതമില്ല. പിന്നെ ഒരാളെ സമ്മതമില്ലാതെ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം ഒരു പക്ഷേ പേടിയായിരിക്കാം, ഒരു പക്ഷേ ഇവിടുത്തെ രേഖകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് പേടിയുണ്ടാവും. ഇതൊക്കെ ഇവർ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട് അവരുടെ ജീവിതത്തിന് തന്നെ അവരുടെ ജോലിക്കത് ബാധിക്കുമെന്നുള്ളൊരു പേടിയായിരിക്കാം അയാൾ എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കി പോവുകയാണ്. എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ പകർത്താം. കഥച്ചു നടന്നിട്ട് യാത്രയിൽ നമ്മളെ നയിക്കുന്ന ആശാൻ ഇവിടെ ഉണ്ട്. ഇവനാൾ സൂപ്പറാട്ടോ, 2000 മോഡലാണ്. ഇത്രയും ഓഫ് റോഡ് ആൾ പോകുന്നത് വലിയ കുഴപ്പമില്ലാതെ. ഇനി എത്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷെ കണ്ടില്ല. അപ്പം ഇന്ന് ഇതോടുകൂടി ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കണ്ടോ, അവിടെ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഏത് മുക്കിലും മൂലക്കിലും റേഞ്ച് ഉണ്ടാവും. ടവർ കണ്ടിട്ട് അത് സവൻ്റെ ടവറായിട്ടാണ് തോന്നുന്നത്, സവ കമ്പനി. അതുപോലെ ഒരു മിനിറ്റ്, അത് നമുക്ക് പോകാൻ വെട്ടിണ്ടാക്കിയ റോഡ് നോക്കി, ഈ അത്ര ഞാൻ ഹൈറ്റിലെ റോഡ് എങ്ങനെ വണ്ടി പോവുക. പിന്നെ പോണവരൊക്കെ സമ്മതിക്കണം. ഇവിടെ ഇവിടുത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒന്നും വിഷയമല്ല, ഇവിടെ ഉള്ളവർക്കൊന്നും വിഷയമല്ല. അതുപോലെ തന്നെ ഇവർക്ക് ഇതൊക്കെ പരിചയമാണല്ലോ, ഇതിൻ്റെ ജോലി ചെയ്യണവർക്കൊക്കെ.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് തുടങ്ങുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമ. ഇനി പിന്നെ കാണാം, മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.